മലയാള സിനിമയിലെ നടന്മാരിൽ ഇന്ന് ക്രഷ് ആരെന്ന് ചോദിച്ചാൽ നസ്ലിൻ എന്നാകും എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുക. തന്റെ ചാം കൊണ്ടും വേറിട്ട അഭിനയം കൊണ്ടും തുടക്കം മുതൽ മലയാളികളെ കയ്യിലെടുത്ത നടനാണ് നസ്ലിൻ. ചെറുപ്രായത്തിൽ തന്നെ 100 കോടി ക്ലബിലെത്താനും നസ്ലിന് കഴിഞ്ഞു. ഇപ്പോഴിതാ കോമഡി മാത്രമല്ല, തനിക്ക് ആക്ഷനും വഴങ്ങുമെന്ന് നസ്ലിൻ ആലപ്പുഴ ജിംഖാനയിലൂടെ തെളിയിക്കുകയാണ്. നസ്ലിൻ തന്റെ സേഫ് സോൺ വിട്ടുകളിക്കില്ല എന്ന് പറഞ്ഞവർക്കുള്ള മറുപടി കൂടിയാണ് ആലപ്പുഴ ജിംഖാന. മമ്മൂട്ടി ചിത്രവുമായി ഇത്തവണ നസ്ലിൻ ഏറ്റുമുട്ടുമ്പോൾ താരം കടന്നുവന്ന വഴികൾ അത്ര എളുപ്പമുള്ളതായിരുന്നില്ല. കല്ലും മുള്ളും താണ്ടിയല്ലെങ്കിലും ചെറിയ വേഷങ്ങളിലെത്തി പ്രേക്ഷകരുടെ മനസ്സ് കവർന്നു തന്നെയാണ് ഇന്ന് നസ്ലിൻ പ്രോമിസിംഗ് താരമായി മാറിയിരിക്കുന്നത്. നസ്ലിൻ വളരെ ഡിസിപ്ലിൻഡ് ആണെന്നും മറ്റ് യങ് ആക്ടേഴ്സിനെ പോലെയല്ലെന്നും അവൻ അത്ര മോശം സിനിമകളിലൊന്നും തലവച്ചിട്ടില്ലെന്നും ഏത് സീനിലും വിശ്വസിച്ചേൽപ്പിക്കാമെന്നാണ് നസ്ലിന്റെ തല തൊട്ടപ്പരെന്ന് വിശേഷിപ്പിക്കുന്ന സംവിധായകനായ ഗിരീഷ് ഷേഡി പോലും പറയുന്നത്. കോമഡി മാത്രമല്ല, നസ്ലിൻ എന്തും വഴങ്ങുമെന്ന് ഗിരീഷ് പറഞ്ഞത് വെറുതെയല്ല. അസാധ്യ കോമഡി ടൈമിംഗ് കൊണ്ടും കൗണ്ടറുകൾ കൊണ്ടും നായകനേക്കാൾ ശ്രദ്ധ നേടിയ തണ്ണീർമത്തൻ ദിനങ്ങളിലെ മെൽവിൻ ആയിരുന്നു നസ്ലിന്റെ ആദ്യ കഥാപാത്രം. കൂടാതെ ആദ്യ ചിത്രത്തിന് പിന്നാലെ നസ്ലിൻ തിരഞ്ഞെടുത്തതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയ സിനിമകളായിരുന്നു. വരനി ആവശ്യമുണ്ട്, കുരുതി, ഹോം, മകൾ, ജോ ആൻഡ് ജോ, നെയ്മർ, സൂപ്പർ ശരണ്യ, 18+ പോലുള്ള ചെറുതെങ്കിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയ കഥാപാത്രങ്ങൾ. തണ്ണീർമത്തനിലെ മാത്യു നസ്ലിൻ കോംബോയാണ് വർക്കായതെന്നാകും പ്രേക്ഷകർ ഒരു പക്ഷേ ആദ്യം കരുതി കാണുക. എന്നാൽ നസ്ലിൻ എത്തുന്ന ഓരോ സീനും ശ്രദ്ധിച്ചാലറിയാം, ഒരു കൂട്ടം കുട്ടികൾക്കിടയിൽ പോലും സ്വന്തമായി പ്ലേ ചെയ്യുന്ന അല്ലെങ്കിൽ ആ സീനിനെ തന്റേതാക്കുന്ന നസ്ലിന്റെ ചാം. എന്നാൽ താനും ജെയ്സനുമായുള്ള ലോകത്ത് ആക്റ്റീവായിരിക്കുന്ന മെൽവിനെ ആയിരുന്നില്ല വരനി ആവശ്യമുണ്ട് എന്ന സിനിമയിൽ പ്രേക്ഷകർ കണ്ടത്. തണ്ണീർമത്തിന് പിന്നാലെ എത്തുന്ന സിനിമയായതിനാൽ അതും തമാശ നിറഞ്ഞ കഥാപാത്രമാകുമെന്നായിരുന്നു പ്രേക്ഷകർ കരുതിയത്. എന്നാൽ ദുൽഖർ സൽമാന്റെ ഫ്ലാഷ് ബാക്ക് പറയുന്ന ഇമോഷണൽ സീനിലെത്തിയപ്പോൾ മെൽവിന്റെ ചായയൊന്നും ആ കഥാപാത്രത്തിന് ഉണ്ടായിരുന്നില്ല. ഒപ്പം കുരുതിയിലെ റസൂൽ എന്ന ഏറെ സങ്കീർണതയുള്ള കഥാപാത്രവും, ഹോമിലെ ചാൾസ് ഒലിവർ ട്വിസ്റ്റും, മകളിലെ രോഹിത്തും, ജോ ആൻഡ് ജോയിലെ മനോജ് സുന്ദരനും, നെയ്മറിലെ ഷിൻഡോ, അങ്ങനെ കൈ നിറയെ കഥാപാത്രങ്ങൾ നസ്ലിനെ തേടിയെത്തി. അങ്ങനെ മികച്ച പ്രകടനങ്ങളിലൂടെയും സിനിമകളിലൂടെയും വളരെ പെട്ടെന്ന് തന്നെയാണ് നസ്ലിൻ നമ്മുടെ മനം കവർന്നത്. കഴിഞ്ഞ വർഷം ഗിരീഷിന്റെ 3ാം ചിത്രമായ പ്രേമലുവിലൂടെ മലയാളത്തിലെന്ന പോലെ മറുനാടുകളിലും മറ്റു രാജ്യങ്ങളിലും നസ്ലിൻ വിജയക്കുതിർപ്പ് തുടരുകയാണ്. എന്നാൽ പ്രേമലു ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടും 100 കോടി ക്ലബിൽ ഇടം പിടിച്ചപ്പോഴും സേഫ് സോൺ വിട്ടൊരു പരീക്ഷണത്തിന് നസ്ലിൻ ഇത്ര പെട്ടെന്ന് മുതിരുമെന്ന് പ്രേക്ഷകർ പോലും കരുതിയിരുന്നില്ല. ഇവിടെയാണ് ഗിരീഷ് ഷേഡി പറഞ്ഞ നസ്ലിന്റെ ഡിസിപ്ലിനും തിരഞ്ഞെടുപ്പും ഓർക്കേണ്ടത്. തല്ലുമാലയ്ക്ക് ശേഷം ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന ആലപ്പുഴ ജിംഖാന ഇന്ന് തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. ചിത്രത്തിനായി നസ്ലിൻ നടത്തിയ ബോഡി ട്രാൻസ്ഫോർമേഷൻ വൈറലായിരുന്നു. കൂട്ടത്തിലെ ഏറ്റവും ചെറിയവനായ മെൽവിനിൽ നിന്ന് 6 പാക്ക് ബോഡിയും ബോക്സറുടെ മെയ്വഴക്കവുമെല്ലാം കൈമുതലായ ആലപ്പുഴ ജിംഖാനയിലെ ജോജോ ജോൺസണിലേക്ക് നസ്ലിൻ നടന്നെത്തുന്നത് കഠിനാധ്വാനത്തിലൂടെ തന്നെയാണ്. കൂടാതെ ഖാലിദ് റഹ്മാൻ എന്ന പ്രോമിസിംഗ് സംവിധായകനൊപ്പം നസ്ലിൻ എത്തുമ്പോൾ അവനതും രസകരമാക്കുമെന്നാണ് പ്രേക്ഷകരുടെ പ്രതീക്ഷ. കൂടാതെ പ്രേമലുവിലെ സച്ചിൻ ചെയ്യുന്നത് അത്ര നല്ല കാര്യങ്ങളല്ലെങ്കിലും സച്ചിൻ പ്രേക്ഷകർക്ക് ലൈക്കബിൾ ആകുന്നത് നസ്ലിൻ ലൈക്കബിൾ ആകുന്നത് കൂടിയാണ്. ഒരു മൂളലോ നോട്ടമോ നടപ്പോ കൊണ്ടുപോലും പ്രേക്ഷകനെ കയ്യിലെടുക്കുന്ന ചാം നസ്ലിനുണ്ട്. നസ്ലിന്റെ ആ ചാം തന്നെയാണ് താനും ഡിമാൻഡ് ചെയ്തതെന്നാണ് ഖാലിദ് റഹ്മാനും പറയുന്നത്. ഹൈദരാബാദിൽ നടന്ന പ്രേമലുവിന്റെ സക്സസ് ഇവന്റിൽ പ്രേമലുവിൽ തനിക്ക് ഏറ്റവും ഇഷ്ടത നസ്ലിൻ ചെയ്ത കഥാപാത്രത്തെയാണെന്ന് പറഞ്ഞ SS രാജമൗലി അതിലൊന്ന് തനിക്ക് വേണ്ടി ചെയ്ത് കാണിക്കാമോ എന്നാണ് ചോദിച്ചത്. കൂടാതെ ഗുരുവായൂർ അമ്പലനടയിൽ സിനിമയുടെ പ്രമോഷനിടയിൽ ഇൻഡസ്ട്രിയിൽ പുതിയ താരങ്ങൾ ഉണ്ടാകുന്നത് പ്രതീക്ഷയുള്ള കാര്യമാണെന്ന് പറഞ്ഞ പൃഥ്വിരാജ് കുരുതിയിൽ അഭിനയിക്കുമ്പോഴേ നസ്ലിൻ സ്റ്റാർ ആകുമെന്ന് താൻ പറഞ്ഞിരുന്നുവെന്നും ഇപ്പോഴിത് സത്യമായില്ലേ എന്നും ചോദിക്കുന്നുണ്ട്. അതേസമയം മധുരരാജി എന്ന മമ്മൂട്ടിയുടെ ചിത്രത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റായി സ്ക്രീനിലെത്തിയ സെക്കൻഡ് ദൈർഘ്യത്തെ ഫോട്ടോ എടുത്ത് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്ത ആളാണ് കൊടുങ്ങല്ലൂരുകാരൻ നസ്ലിൻ ഗഫൂർ. ഇന്ന് അവന് വേണ്ടി കൈയടിക്കുകയാണ് മലയാള സിനിമ. ഗിരീഷ് ഷേഡിയുടെ അയാം കാതലനാണ് ഒടുവിൽ തിയേറ്ററുകളിലെത്തിയ നസ്ലിൻ ചിത്രം. പ്രേമലു 2 ദുൽഖറിന്റെ വേഫവർ ഫിലിംസ് നിർമ്മിച്ച് കല്യാണി പ്രിയദർശൻ നായികയാകുന്ന സിനിമ
മുകുന്ദനുണ്ണി അസോസിയേറ്റ്സിന് ശേഷം അഭിനവ് സുന്ദർ നായിക് സംവിധാനം ചെയ്യുന്ന മോളിവുഡ് ടൈംസ്, കുമ്പളങ്ങി നൈറ്റ്സിന് ശേഷം മധു സി നാരായണൻ ഒരുക്കുന്ന ചിത്രം, അങ്ങനെ പുതിയ തലമുറയിൽ മലയാള സിനിമ ഏറ്റവും പ്രതീക്ഷ വയ്ക്കുന്നിടത്താണ് ഇന്ന് നസ്ലിൻ എന്ന താരത്തിന്റെ വളർച്ച.